ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ, ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട്. കാരണം എല്ലാ സമയത്തും ഇവർക്ക് ഇവിടുന്ന് ഇത്രമാത്രം ടോപ്പിക്ക് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞാനിത് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ നാട്ടിൽ പോകാനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം കൺഫ്യൂഷനാണ്. കാരണം കുറേ പണിയുണ്ട് തീർക്കാൻ. പക്ഷെ ഇവിടുന്ന് ഫസ്റ്റ് തുടങ്ങണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൊത്തത്തിൽ എണ്ണിട്ട് ഇങ്ങനെ ഒരുമാതിരി കിളി പോയ അവസ്ഥയിൽ കുറേ സമയമായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആര്യയുടെ ഫ്രണ്ടിനൊരു വെക്കേഷൻ തുടങ്ങി. എനിപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അവളുടെ ഫ്രണ്ടിനൊരു ക്രാഫ്റ്റിംഗ് സെഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ കുറച്ച് സമയം വന്നിട്ട്. അപ്പം ആര്യ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും മഫിൻസ് ആക്കണം എന്ന് പറഞ്ഞു. അവർക്ക് ഒന്നിച്ച് അങ്ങനെ മഫിൻസ് ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ അപ്പുറം നിന്ന് പറഞ്ഞാണ് ഞാൻ മഫിൻസ് ആക്കാൻ പോവുകയാണ്. അപ്പം തന്നെ ഇവൻ കേട്ടു. അങ്ങനെ ഇവനിപ്പോൾ ട്രേ ഒക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പം ഇനി പെട്ടെന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കയറി ഉണ്ടാക്കുമല്ലോ. എല്ലാം മുറിക്കാൻ തുടങ്ങി പാക്കറ്റൊക്കെ. ഇതാണ് സംഭവം. ഇത് സംഭവം എനിക്കൊന്നും ഇപ്പോൾ നാട്ടിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. എൻ്റെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സാധനം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്നത് അതൊക്കെ അവൻ എടുത്ത് കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരാം. ഇതെന്തിനാ ഇവിടെ ഫുള്ള് കളഞ്ഞത്? എന്താ ഇത്? അതായത് മൈദയും ബേക്കിംഗ് പൗഡറും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ടുള്ള സംഭവം. പിന്നെ അടുത്ത് വരുന്നത് ഇതിനകത്ത് വരുന്ന ഇതെന്ന് വെച്ചാൽ എന്തായാലും പറയാം, ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ, ചോക്കോ ചിപ്സ്, ആ സംഭവം. അപ്പോൾ ഇത് രണ്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇതുപോലെയുള്ള എത്ര ഒന്ന് കാണിച്ചിട്ടെ, ഇത്ര സാധനം വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒഴിച്ചാൽ മാത്രം മതി. അത്രയേ ഉള്ളൂ സംഭവം. ഇത് ചോക്ലേറ്റ് പൗഡർ ഉണ്ട് ഇതിൽ. ഉണ്ടാക്കിച്ച പ്രശ്നമില്ലല്ലോ. ഞാനുണ്ടല്ലോ ഇതിൽ കാണുന്ന പോലെയൊന്നും അല്ല ഞാനുണ്ടാകും. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മൊത്തം വായിച്ചാൽ അനാവശ്യമായിട്ട് വിസ്ക് എടുത്ത് ഇളക്കുക, അല്ലെങ്കിൽ മുട്ട ആദ്യം ചെയ്യുക, മുട്ടയും എന്താ ബട്ടറും കൂടി ആദ്യം ഇതാക്കുക, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാകും അതിൽ സാധാരണ കേക്ക് ആക്കുമ്പോൾ. ഞാനാണെങ്കിൽ മിക്സിയിലിട്ട് എല്ലാം കൂടി അടിച്ച് വീട്ടിലേക്ക് പോരും മഫിൻസൊക്കെ ആക്കുമ്പോൾ. ഇതൊന്നും അങ്ങനെ വലിയ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ആക്കുന്ന സമയത്ത്. അങ്ങനെ ഓക്കെ. ഞാനിപ്പോൾ സാധനം പോയി ഇതുണ്ടല്ലോ ഒന്ന് നോക്കാം. ഈ ജർമ്മൻസ് ഉണ്ടല്ലോ, ഇവരെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ലോകത്തുള്ള എല്ലാ ലാംഗ്വേജും ഉണ്ടാവും എഴുതിയിട്ട്, പക്ഷേ ഇംഗ്ലീഷ് ഉണ്ടാവില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഫാക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ ലാംഗ്വേജിലും ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ വേണമെന്ന് നിർബന്ധമാണ്. ഇതിലല്ല പറയുന്നത്. എന്തെങ്കിലും നമ്മളൊരു ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനെയുള്ള ടോയ്സ് ഒക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നതൊക്കെ എല്ലാ യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജും ഉണ്ടാവും, പക്ഷേ അതിൽ ഇംഗ്ലീഷ് ഇല്ല ഇപ്പോൾ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇപ്പം പിന്നെ ഏകദേശം അറിയാം സംഭവം. ഇതിൽ ഓയിൽ വേണം, പാല് അല്ലെങ്കിൽ വാട്ടർ വേണം, പിന്നെ ഒരു മുട്ട വേണം, പിന്നെന്താ വേണ്ടേ? അപ്പോൾ ഇത്ര സാധനമേ വേണ്ടു. അപ്പം നമ്മൾ ഉണ്ടാക്കിയ സാധനമുണ്ട്, ഇതുണ്ടല്ലോ. ഇനി ഇതിലോട്ട് ഞാൻ ഓവൻ ചൂടാൻ വെച്ചിട്ട് പറഞ്ഞാൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തോ ചെയ്യാൻ വെക്കാം. ഇനി ഇതിലോട്ട് മുട്ട ഒഴിക്കുക, മുട്ട പൊട്ടിച്ചിടുക, പാലൊഴിക്കുക, നന്നായി ഇളക്കുക. അത്രയുള്ള സംഭവം. ഞാൻ ഓഫാക്കട്ടെ. എൻ്റെ വലിയ പിൻട്രസ്റ്റ് വൈബില്ലാത്തൊരു കിച്ചൺ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാലും ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ കിച്ചൺ. ഇത് ഇവിടെ ഇങ്ങനെ വെക്കാം അല്ലേ, കാണുന്നുണ്ടോ? എങ്ങനെയാ കിച്ചൺ കാണിക്കുക? എല്ലാവരും എങ്ങനെയാ കിച്ചൺ കാണിക്കുക? ഇങ്ങനെയല്ലേ? ഇപ്പം കാണുന്നില്ലേ സംഭവം? ഇതിന്
photography is going on. Wait for me. Finally. Nicht fertig. Here's my phone. Videos. Microphone. Arya, it's recording. Who cares? Milk. What's your name? It's called a video. Stop. Nicht bin Paul. ഇത് പൊട്ടുടി. എൻ്റെ അമ്മേ. What happened? What is that? What is the word is that? What is that? What is that? Oh, സാധാരണ ഈ ട്രേയിലോട്ട് മുട്ട ഒട്ടിപ്പിടിക്കാറുണ്ട്, അല്ലാതെ മോശമാവാറില്ല. അത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക, അല്ലാതെ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും മോശമായിട്ട് ഞാൻ മുട്ട കാണുന്നത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇപ്രാവശ്യം വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു. ഞാൻ എണ്ണ കുറച്ചേ ഒഴിക്കാറുള്ളൂ കേട്ടോ. എണ്ണ ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവുമായിരിക്കും, കുറച്ചുകൂടി ബെറ്റർ സ്മൂത്ത്നെസ് ഒക്കെ വരുമായിരിക്കും അല്ലേ. ഇതിലോട്ട് ഈ സാധനങ്ങൾ മൊത്തം ഇടാം. വേണ്ടത്ര ഇട്ടാൽ മതി, ഇത്ര പോരെ. കുറച്ച് ലൈറ്റ് ആക്കാം അല്ലേ. എനിക്കറിയില്ല ഇതിൽ പാല് കൂട്ടാവോ അല്ലെങ്കിൽ അല്ല എണ്ണയാണോ കൂട്ടേണ്ടത്. എണ്ണ കൂട്ടാൻ എനിക്ക് കുറച്ചൊരു മടി കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് പാല് കൂട്ടി ഇളക്കാമെന്ന് വെച്ചാൽ കുറച്ച് ലൈറ്റാകാൻ വേണ്ടി. എനിക്കറിയില്ല ഇത് ലൈറ്റ് ആക്കണമെന്നും കൂടി എനിക്കറിയില്ല. ബേക്കിങ്ങിൽ ഞാൻ ഭയങ്കര വീക്കാണെന്നല്ല, എനിക്ക് ബേക്ക് ചെയ്യാൻ അറിയില്ല, അതാണ് ഫാക്റ്റ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ സാധനം വാങ്ങിച്ചിങ്ങനെ ഇളക്കുന്നത്. I hope it's not filming us. Right? Don't care when I get filmed. No, baka no po. Hey, go. നാട്ടിൽ പട്ടി വന്നോ? Yes, so your hand is getting. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ സംഭവം ഇതിടാം. ചോക്കോ ചിപ്സ് അല്ലേ, ചോക്കോ ചിപ്സ് എന്നല്ലേ എന്നെ പറയാം. ഈ ചോക്കോ ചിപ്സ് ആക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഇടയിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഈസിയാണ് അല്ലേ ഇത്. ഞാൻ വെച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട സാധനമാണ്. അല്ല, ഇതിനെക്കുറിച്ച് എങ്ങനെ ആക്കേണ്ടതെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇത് വളരെ സിമ്പിളായിട്ട് കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടു. ഓക്കെ, ഇതിൽ ഞാൻ ഇടുന്നില്ല, അതിൽ അറിയാതെ ഞാൻ കൈ ഡിപ്പ് ചെയ്തു. അതുകൊണ്ട് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം അതിലോട്ട് ഞാൻ ആ കുട്ടിക്ക് കൊടുക്കാനുള്ള അല്ലേ. അതുകൊണ്ട് നമുക്ക് ഓവനിലേക്ക് കൊടുക്കാം. 15 മിനിറ്റാണ് പറഞ്ഞത്. 150 15 മിനിറ്റാണ് പറഞ്ഞത്. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇതല്ല, ഇത് പുറത്തോട്ടുള്ള വ്യൂ. ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യൂ ആണ്. ഇവിടെ ഇപ്പോൾ കാടൊക്കെ നടന്നിട്ടുണ്ട് പുറത്ത്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാ മാസവും ഞാനിങ്ങനെ എടുക്കും. അതായത് ഇവിടെ ഭയങ്കര ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഡിസംബറിൽ ജനുവരിയിലൊക്കെ ഫുള്ള് സ്നോ ആണെങ്കിൽ ഒക്ടോബറിൽ ഫുള്ള് മഞ്ഞ കളറായിരിക്കും ഇലകളൊക്കെ. അതുപോലെ തന്നെ ഏപ്രിലൊക്കെ ഫുൾ പച്ചപ്പായിരിക്കും. പിന്നെ ഇപ്പോൾ ജൂണാകുമ്പോൾ ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഡാർക്കാവാൻ തുടങ്ങിയാൽ അതോടൊപ്പം മഞ്ഞയിലോട്ട് പോകും. ഇത് ഇവിടെ ഇന്നലെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒട്ടിച്ച് വെച്ചതാണ്. ഇവിടെ കുഴപ്പമില്ല, നല്ല രസമുള്ളതാണ്. ഞാൻ ഇവിടെ തന്നെ വെച്ചതാണ്. ഉണ്ടോ, പുറത്തോട്ട് ഉണ്ടോ, ഇവിടെ മൊത്തം ഈ കാണുന്നതൊക്കെ മഞ്ഞാവും ഇനി അടുത്ത മാസം ആകുമ്പോഴേക്ക്. പിന്നെ ഇവിടെയൊക്കെ സ്നോ വരും ജാനുവരി ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൊത്തമായിട്ടുള്ള ട്രാൻസിഷൻ ഇങ്ങനെ കാണിക്കാമെന്ന് വെച്ചിട്ട് ഷോർട്ടായിട്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഇപ്പോൾ ഓഗസ്റ്റിലത്തെ ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ഓഗസ്റ്റിലത്തെ വീഡിയോ കൂടി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇതും എടുത്ത് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഇത് കുഴപ്പമില്ല അല്ലേ അവൾ ഉണ്ടാക്കിയ ക്രാഫ്റ്റ്? ഇഷ്ടമായി. സംഭവം സെറ്റായിട്ടുണ്ട്. ഓ, ഇത് നമ്മൾ ചോക്കോ ചിപ്സ് ഇടാത്ത സാധനം. ഇത് വിഹാൻ കൈയിട്ട സാധനം. അപ്പം അത് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് നോക്കാം. ഔ, സംഭവം ഞാൻ ഒരു സാധാരണ നോർമൽ ചോക്ലേറ്റ് കേക്കാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് സംഭവം കുറേ കൂടുതൽ ചോക്കും ഉണ്ട്. അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു ഒഴിക്കുന്ന സമയത്ത് ഇതൊരുമാതിരി ന്യൂട്ടല്ല പോലെ ഉണ്ട്. ഹൗ നിൽക്കാം നമുക്ക്. കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയല്ലോ അല്ലേ, എൻ്റെ റെസിപ്പി ഒന്നുമല്ല. ഇത് ഉണ്ടാക്കി മിക്സ് ചെയ്ത് ഒഴിച്ചത് മാത്രമല്ല ഞാൻ. സംഭവം ഇതിൽ ഒരുപാട് ആ ചോക്കോ ചിപ്സ് കുറേ ഇട്ടുകൊണ്ട് അതിൻ്റെ ഇത് ഒരു എന്താ പറയുക ലാവ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ അകത്ത് ഇങ്ങനെ ക്രീമി ആയിട്ടുണ്ട്. അത് അലിഞ്ഞിട്ട് അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്. അവർക്ക് എന്തായാലും ഇഷ്ടമാണ്, നല്ല ചോക്ലേറ്റ് അല്ലേ. അവരിപ്പം പാർക്ക് പോയിട്ടുണ്ട് കളിക്കാൻ വേണ്ടി. പോയിട്ട് വന്ന് ഒരു കഴിക്കും. അടിപൊളിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങളെന്താ ആരും ഇങ്ങനെ കമൻറ്റ് ചെയ്യാത്തത്? എന്തെങ്കിലും കമൻറ്റ് ചെയ്തോടെ. ഓരോരോ ആൾക്കാരിട്ട് എത്രമാത്രം തെറികളെങ്കിലും വരുന്നുണ്ട്. ഒരു മെസ്സേജ്, ഒരു ജസ്റ്റ് ഒരു ലൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇമാതിരി ചാളി ടീംസിനൊന്നും കമൻറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണോ? നോക്കുന്നുണ്ട്, ആരൊക്കെയോ നോക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഏത് കൺട്രിയിൽ നിന്നാണെന്നും അല്ലെങ്കിൽ എന്താ ഇതൊക്കെ കാണുന്നുണ്ട്. ആരാന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് എന്നോട് ഒരു ഫ്രണ്ട് പറയാണ്, ഈ പേളിമാണി വൈറലായിട്ടുണ്ടല്ലേ എന്ന്. എൻ്റെ വീഡിയോ വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ആ വ്യക്തി എന്നോട് പറയാണ് പേളിമാണി വൈറലായിട്ടുണ്ടല്ലേ എന്ന്. അതായത് എൻ്റെ വീഡിയോ അവൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്നോട് മിണ്ടരുത്, എൻ്റെ വീഡിയോ കാണാതെ എന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞു. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലേ, ഒരാൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കാണില്ല എന്നറിയാം, എന്നാലും നമുക്കൊരു തോന്നുമല്ലോ ഓക്കെ ഇവർ കണ്ടിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് പറയണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.